നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന വർഷം 2026 ഒരു 30 വർഷം നിങ്ങളൊന്ന് പുറകോട്ട് പോയി നോക്കിയേ. നിങ്ങളുടെ വീട്ടിലെ കൺസ്യൂമർ ആൻഡ് ഹോം അപ്ലയൻസ് ഉപകരണങ്ങളെല്ലാം പ്രവർത്തിച്ചിരുന്നത് എ സിയിലാണ്. അതായത് 230 വോൾട്ട് 50 ഹെർട്സ് എ സിയിൽ ഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നു അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ വീട്ടിലെ 230 വോൾട്ട് എ സിക്ക് പകരം 230 വോൾട്ട് DC ആണ് കൊടുക്കുന്നതെന്ന്. ആ ഒരു സാഹചര്യം വരുമ്പോൾ വീട്ടിലെ ഏതൊക്കെ ഡിവൈസുകൾ പ്രവർത്തിക്കും, ഏതൊക്കെ പ്രവർത്തിക്കത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് നമ്മുടെ ഇൻകാൻഡസൻ ലാമ്പ്, അതുപോലെ തന്നെ അയൺ ബോക്സ്, ഇലക്ട്രിക് ഹീറ്റർ, ഈ 3 ഡിവൈസുകൾ പക്കയായിട്ട് വർക്ക് ചെയ്യും. എന്നാൽ നിങ്ങളുടെ വീട്ടിലെ മോട്ടറോ ഫ്രിഡ്ജോ TVയോ റേഡിയോ ഒന്നും പ്രവർത്തിക്കത്തില്ല. അന്നത്തെ ആ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80% ഡിവൈസുകളും ഇലക്ട്രിക്കൽ, അതായത് പ്യുവറായിട്ടും ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ആയിരുന്നു. അതിനകത്ത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇതിനെ 3നെയും ഉപയോഗപ്പെടുത്തിയാണ് അന്ന് വോൾട്ടേജും കറണ്ടും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, പിന്നെ ഫാനിൻ്റെ റെഗുലേറ്റർ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ അന്നുണ്ടായിരുന്ന വലിയൊരു റെസിസ്റ്റർ ബോക്സ് ആണ്. അത് ഭിത്തിയിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുന്നു, സ്വിച്ച് ഓൺ ചെയ്യുന്നു, എന്നിട്ട് ഫാൻ 5 to 4 ഇടുമ്പോൾ വലിയ ചൂടൊന്നുമില്ല. അത് 1ലേക്ക് കൊണ്ട് ഇട്ട് കഴിയുമ്പോഴേക്കും അപാരമായ ചൂടാണ് അതിൽ കൂടെ വരുന്നത്. അപ്പം അന്നത്തെ കാലത്തെ ഭിത്തിയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ആ ഫാൻ പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു വരകൾ, ആ ചൂടിൻ്റെ ആ വരകളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവായിരുന്നു. കൂടുതൽ കറണ്ട് തിന്നുന്ന ഡിവൈസുകളായിരുന്നു. അതായത് നമ്മളിപ്പം ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കറണ്ട്, എക്സസ് ആയിട്ട് വരുന്ന കറണ്ട് ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യുകയും മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ എടുക്കുകയാണെങ്കിൽ കൂടി അതിനകത്തെ ഒരു കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടും ഇലക്ട്രോ മെക്കാനിക്കലായിരുന്നു. അതായത് ഒരു സെറ്റ് പോയിന്റ് റെഡിയാക്കി വെച്ചിട്ട് അതിന് മേളിൽ പോവുകയാണെങ്കിൽ മെക്കാനിക്കൽ പാർട്സുകളായിരുന്നു അതിനെ കൺട്രോൾ ചെയ്തിരുന്നത്. അവിടെ ഒരു ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു RC നെറ്റ്വർക്ക് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ബൾബിൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 ഓപ്ഷനെ സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് നമ്മുടെ ഈ പറയുന്ന ഫിലമെന്റ് ലാമ്പ്, പിന്നെ രണ്ടാമത്തെ മെർക്കുറി ലാമ്പ്, മൂന്നാമത്തെ ഫ്ലൂറസൻ ലാമ്പ് അഥവാ ട്യൂബ് ലൈറ്റ്. അപ്പോൾ അന്നത്തെ ഈ ട്യൂബ് ലൈറ്റിൻ്റെ കാര്യമൊക്കെ എടുക്കുവാണെങ്കിൽ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യം തന്നെയാണത്. വലിയ നല്ല കനമുള്ള ഇരുമ്പ് പാറ പിടിപ്പിച്ചിട്ടുള്ള നല്ലൊരു ഭീമനായിട്ടുള്ള എടുത്താൽ പൊങ്ങാത്ത ഒരു ഇലക്ട്രിക്കൽ ചോക്കും, അതുകൂടാതെ നല്ല അലുമിനിയം ചട്ടയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു സ്റ്റാർട്ടറും, പിന്നെ നല്ല വലിപ്പമുള്ള ഒരു ട്യൂബ് ലൈറ്റും ഇതുകൊണ്ടേ അങ്ങ് ഫിറ്റ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ വോൾട്ടേജ് ഉണ്ടെങ്കിൽ, ഭാഗ്യം ഉണ്ടെങ്കിൽ 3-4 അടിക്കുള്ളിൽ, അറ്റംപ്റ്റിനുള്ളിൽ അത് സ്റ്റാർട്ടാവും. അത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അന്നൊക്കെ ഞാൻ കൗതുകത്തോടെ അതിൻ്റെ ആ സ്റ്റാർട്ടർ ഊജി എടുത്തിട്ടും കത്തുന്ന ഒരു സീൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതൊക്കെ ഇനി ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ഈ ഒരു ഇലക്ട്രിക്കൽ ഇക്വിപ്മെൻറ്റ്സ് എല്ലാം ഇൻഎഫിഷ്യൻ്റ് ആയിരുന്നു. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം കൂടുതൽ പവർ കൺസ്യൂം ചെയ്യും. അവിടെ ഒരു സ്വിച്ചിങ് മെക്കാനിസമോ അല്ലെങ്കിൽ വോൾട്ടേജിനെയും കറണ്ടിനെയും ഇലക്ട്രോണിക്കായിട്ട് നിയന്ത്രിക്കുന്ന ഘടകങ്ങളോ ഇല്ല. പക്ഷേ അതിന് നല്ലൊരു ഡ്യൂറബിലിറ്റി ഉണ്ടായിരുന്നു. പണ്ടത്തെയൊക്കെ ഒരു ചോക്കോ അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ സിസ്റ്റമൊക്കെ അങ്ങനെ ഒരു മിന്നലിലൊന്നും പോകത്തില്ല. കാരണം ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഡയോഡോ കപ്പാസിറ്ററോ റെസിസ്റ്ററോ ട്രാൻസിസ്റ്ററോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കത്തിപ്പോകുന്ന പരിപാടി വളരെ കുറവായിരുന്നു. എങ്ങാനും ഒരു 300 വോൾട്ടൊക്കെ കയറി വന്നെങ്കിൽ മാത്രമേ കോയിൽ, അതും കണ്ടിന്യൂസ് ആയിട്ട് നിന്നെങ്കിലേ കോയിൽ കത്തിപ്പോകത്തുള്ളൂ. അപ്പം അങ്ങനെ പ്യൂറായിട്ട് ഇലക്ട്രിക്കലായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പതുക്കെ ഇലക്ട്രോണിക്സ് കാലഘട്ടത്തിലേക്ക് കടക്കുന്നത് നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മുടെ ഈ പറയുന്ന ചോക്കിൻ്റെ സിസ്റ്റം തന്നെയായിരുന്നു. അപ്പം അന്ന് വരെ ഈ പറയുന്ന പടപടപടാന്ന് അടിച്ച് കത്തുന്ന ആ ഒരു ട്യൂബ് ലൈറ്റ്, ആ ട്യൂബ് ലൈറ്റ് എന്ന് പറയുന്ന പേര് തന്നെ ഇന്ന് പല ട്രോളിലും ഉപയോഗിക്കാറുണ്ട്. കാരണം കുറച്ച് ചിന്തിച്ച് കത്തി കത്തി മിന്നി വരുമ്പോഴേക്കും ഒരു സമയമാകും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ട്രോളിൽ ആ ട്യൂബ് ലൈറ്റിൻ്റെ പദം ഇപ്പോഴും പ്രയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചോക്കിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ അന്ന് ഈ നല്ല തടിച്ച് പൊണ്ണനായിട്ടിരുന്ന ഈ ഒരു ചോക്ക് പതുക്കെ ഇലക്ട്രോണിക്സിൻ്റെ രീതിയിലേക്ക് വന്നപ്പോൾ വളരെ സോഫ്റ്റ് ഒതുക്കമുള്ള രീതിയിലുള്ള ഇലക്ട്രോണിക് ചോക്കുകളായിട്ട് മാറി. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഓർമ്മയിൽ ഇലക്ട്രോണിക് ചോക്ക് എന്നൊക്കെ പറയുന്നത് നല്ല മെറ്റൽ ഫ്രെയിം ബോഡി, അതിനകത്ത് ഒരു ഫ്യൂസ്, അതിനകത്ത് നല്ല പക്ക PCB ഒക്കെ വെച്ചിട്ടുള്ള, അതുപോലെ നല്ല വാട്ടേജ് കൂടിയിട്ടുള്ള റെസിസ്റ്ററൊക്കെയുള്ള ചോക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു LED ആ ഒരു ഫോമിലേക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ SMD കമ്പോണൻറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. ഒന്നും നമുക്ക് വലിയ സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രൂ ഹോൾ കമ്പോണൻറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ ഇലക്ട്രോണിക് ചോക്കിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം വന്നതെന്ന് വെച്ചാൽ എനർജി എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് പണ്ട് ഒരു 40 വാട്ട് അല്ലെങ്കിൽ 60 വാട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഏകദേശം 20 വാട്ടിൽ താഴെ മാത്രം എനർജി എടുക്കുന്ന ഡിവൈസിലേക്ക് മാറി. പിന്നീട് അത് LED വന്നു കഴിഞ്ഞപ്പോഴേക്കും 10 വാട്ട്സിൽ താഴെ എനർജി എടുക്കുന്നുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി
ഡാമേജ് ആവുന്ന കാര്യത്തിൽ ഇലക്ട്രോണിക് സിസ്റ്റം തന്നെയാണ് ഒന്നാമത് നമുക്ക് പറയാം. കാരണം വോൾട്ടേജ് സ്പൈക്കോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യം പോകുന്നത് ഒരു ട്രാൻസിസ്റ്റർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള ഡിവൈസുകളൊക്കെ കത്തിപ്പോകുന്നത്. കോയിലോ റെസിസ്റ്ററോ ഒക്കെ കത്തിപ്പോകുന്നത് വളരെ അപൂർവമാണ്. അപ്പോൾ സെമി കണ്ടക്ടർ ഡിവൈസിൻ്റെ ഒരു പോരായ്മ അവിടെ ആദ്യമായിട്ട് വന്നു തുടങ്ങി. എങ്കിൽ കൂടിയും നല്ല രീതിയിലുള്ള ഡിസൈനും നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻ്റൊക്കെ ആണെങ്കിൽ വളരെയധികം ഈട് നിൽക്കുന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പിന്നെ മറ്റൊരു ദൂഷ്യവശം എന്താണെന്ന് വെച്ചാൽ റേഡിയോ പോലുള്ള ഡിവൈസുകളിൽ വളരെയധികം ഇൻ്റർഫറൻസ് ഉണ്ടാക്കും. അത് പണ്ടത്തെ ഇലക്ട്രോണിക് ചോക്ക് ആയിരുന്നെങ്കിൽ ഇലക്ട്രിക്കൽ ചോക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഇൻ്റർഫറൻസ് കൂടുതലായിരുന്നു. എന്നാൽ ഇന്ന് LED എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മലിനീകരണമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്ര രീതിയിലുള്ള പൊല്യൂട്ടറായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ് ഇന്നത്തെ LED ബൾബുകൾ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഒരു തുലാസിൽ വെച്ച് നോക്കുമ്പോൾ ദോഷത്തെക്കാട്ടിലും ഏറെ ഗുണങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഇന്നും അത് പുതിയ ടെക്നോളജികൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു. തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇന്നും ഇൻകാൻഡസൻ ലാമ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഒരു ഇൻഡക്ഷൻ കുക്കർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൂടി ഒരു 100 വാട്ടിൻ്റെ ഇൻകാൻഡസൻ ലാമ്പ് കൂടിയേ തീരൂ. അവിടെ നമുക്ക് LED റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇലക്ട്രിക്കൽ ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രോണിക്സിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വീട്ടിലെ ഒരു 80% മുകളിലുള്ള ഉപകരണങ്ങളെല്ലാം നമുക്ക് DC കൊടുത്താലും വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് ശരിക്കും പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ TV എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹോം തിയേറ്ററൊക്കെ എടുക്കുവാണെങ്കിലും അതിൻ്റെയൊക്കെ ഇൻപുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ SMPS ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ SMPS നമുക്കറിയാം AC DC ആക്കിയിട്ട് ഹൈ ഫ്രീക്വൻസി സ്വിച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ പവർ ഡെലിവർ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ആ ഇൻപുട്ട് സ്റ്റേറ്റിൽ ഓൾറെഡി ഒരു റെക്ടിഫയർ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ DC കൊടുക്കുന്നെങ്കിൽ ആ റെക്ടിഫയറിലെ 2 ഡയോഡ് മാത്രം ഓൺ ആവും, ബാക്കി 2 ഡയോഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ DC സ്വിച്ച് ചെയ്ത് AC ആക്കിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇൻപുട്ട് സൈഡ് ഇല്ലാത്തതുകൊണ്ടാണ് അതിപ്പോഴും DC വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ LED SMPS എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റത്തിലെല്ലാം പ്യുവറായിട്ട് നമുക്ക് DC കൊടുത്താലും പ്രവർത്തിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. ഇനി നമുക്കിതിനകത്ത് ഒറ്റയാന്ന് പറയാവുന്ന ഒരു ഡിവൈസ് വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ കിണറിലെ വെള്ളം അടിക്കുന്ന ആ ഒരു മോട്ടർ മാത്രമേ കാണത്തുള്ളൂ. കാരണം അതിപ്പോഴും പ്യുവറായിട്ട് ഇലക്ട്രിക്കൽ തന്നെയാണ്. അതിൻ്റെ BLDC വേർഷനൊന്നും വളരെ വ്യാപകമായിട്ട് വന്നിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെയധികം എക്സ്പെൻസീവാണ്. ഇനി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ ആയിക്കോട്ടെ, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ കുറച്ചും കൂടെ ഹൈ എൻഡ് മോഡലുകളൊക്കെ എടുക്കുവാണെങ്കിൽ അതെല്ലാം ഈ പറയുന്ന ബ്രഷ്ലെസ് DC മോട്ടറുകളാണ്. അല്ലെങ്കിൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഹൈ ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയും ഈ പറയുന്ന ഹൈ പവർ റെക്ടിഫയർ വഴി AC DC ആക്കിയിട്ട് ആ DC ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഹോം അപ്ലയൻസ് മേഖലയിൽ ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടം വന്നിട്ടുള്ളത് നമ്മുടെ ഫാനിൻ്റെ ടെക്നോളജിയിലാണ്. നിങ്ങൾക്കറിയാം പണ്ടൊക്കെ 60 വാട്ട് അല്ലെങ്കിൽ 80 വാട്ട്സ് വരെ വലിച്ചിരുന്ന പടുകൂറ്റൻ ഫാനുകൾ ഇന്ന് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റിമോട്ടെ ഒതുങ്ങുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ അതിൻ്റെ കോയിലിൻ്റെ വൈൻഡിങ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചു, വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു. നമുക്ക് ഏത് സ്പീഡും ഒരു സൗണ്ടിങ്ങോ ഹൗളിങ്ങോ ഒന്നും ഇല്ലാതെ വളരെ അനായാസം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് BLDC ഫാനുകൾ ഇന്ന് വ്യാപകമായി. അപ്പോൾ ഈ BLDC ഫാനിൽ തന്നെ അതിൻ്റെ കൺട്രോൾ സിസ്റ്റം എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റെഗുലേറ്റർ ഇന്ന് വേണ്ട. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഫാനിൻ്റെ വെയിറ്റും സൈസും ഒക്കെ കുറയ്ക്കാൻ സാധിച്ചത്? അതിന് ഏറ്റവും നല്ല ഒരു ശാസ്ത്രീയ വിശദീകരണം നോക്കുവാണെങ്കിൽ ACയുടെ ഫ്രീക്വൻസി കുറവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മോട്ടറിൻ്റെ വൈൻഡിങ്ങിനും അതിൻ്റെ ആ ഒരു കോറിൻ്റെ ഒക്കെ ഫിസിക്കൽ സൈസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി ഫ്രീക്വൻസി വളരെയധികം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈൻഡിങ്ങിൻ്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു HP മോട്ടർ 50 Hz 230 വോൾട്ട് വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 4 വലിപ്പമേ കാണത്തുള്ളൂ ഒരു 20 kHz വർക്ക് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 3 ഫേസ് മോട്ടർ. അപ്പം ഫ്രീക്വൻസി കൂടുന്തോറും നമുക്ക് നമ്പർ ഓഫ് ടേണിങ്സ് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ 4 സൈസിൽ മെറ്റൽ സിസ്റ്റം, അതായത് 50 Hz പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്ര എനർജി തന്നെ നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് 12 വോൾട്ടിൻ്റെ വലിയൊരു ട്രാൻസ്ഫോമറിൽ നിന്ന് നൽകുന്ന അത്രയും കറണ്ട് തന്നെ ഇന്ന് കുഞ്ഞൻ SMPS നൽകാൻ സാധിക്കുന്നത്. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 50 Hz പവർ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ അത്രയും വലിപ്പമില്ല അമേരിക്കയിലുള്ള ട്രാൻസ്ഫോമർ. കാരണം അവിടെ 60 Hz ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ ACയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വൈഡ് ഇൻപുട്ട് റേഞ്ച് ആണ്. അതായത് നിങ്ങൾക്കിപ്പോൾ 230 വോൾട്ടിൽ ഇപ്പോൾ 270 ആയാലും കുഴപ്പമില്ല, 190 താഴെ പോയാലും പ്രശ്നമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ അകത്ത് സർക്യൂട്ടറി അത് റെഗുലേറ്റ് ചെയ്തോളും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സൈസും വെയിറ്റും കുറവാണ്, കോമ്പാക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് കൊണ്ടു നടക്കാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻ്റ് ആണ്. കാരണം ഈ ഒരു ഡിവൈസ് സ്പീഡ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യുമ്പോൾ പൾസിൻ്റെ വെട്ടിലാണ് വ്യത്യാസം വരുന്നത്. അതായത് ഓഫ് ടൈം കൂട്ടുകയും ഓൺ ടൈം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അതിനകത്ത് സ്പീഡ് കൺട്രോൾ സിസ്റ്റം വർക്കാവുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു മെക്കാനിസത്തിൽ അവിടെ ഒരു ഓഫ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കുന്ന സമയത്ത് പവർ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് അവിടെ വളരെയധികം കുറവായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ദൂഷ്യവശം നോക്കുവാണെങ്കിൽ വളരെയധികം സെൻസിറ്റീവ് ആണ് ഇലക്ട്രോണിക് ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ്. അതായത് ഒരു ഇടിവെട്ടോ വോൾട്ടേജ് സ്പൈക്കോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആക്റ്റീവ് എലമെൻറ്റ് കത്തിപ്പോകും. എന്നാൽ പണ്ടത്തെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം വളരെയധികം കാടനാണെന്ന് പറയാം. കാരണം നല്ലൊരു ഇടി വെട്ടിയാൽ പോലും അതിനകത്ത് കത്തിപ്പോകാൻ പാകത്തിനുള്ള കമ്പോണൻസ് ഒന്നുമില്ല. ഇനി സർവീസിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് സിസ്റ്റം സർവീസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കൂടുതൽ SMD കമ്പോണൻറ്റുകളാണ് LED-കളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ടെക്നീഷ്യന് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ പാർട്സ് കിട്ടാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ചൈനയിൽ നിന്നൊക്കെ വളരെയധികം വരുന്ന IC-കളായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു പഴയ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനായാസം ചെറിയ ചെറിയ തക്കിടതയുടെ പരിപാടികളൊക്കെ ചെയ്ത് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും. കമ്പോണൻസ് അവൈലബിൾ ആണ്. ഇനി അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് വളരെയധികം കൂടുതലായിരിക്കും. അത് പ്രോപ്പറായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫിൽറ്ററുകൾ അല്ലെങ്കിൽ ഷീൽഡിംഗ് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് ഇതിൻ്റെ റേഡിയേഷൻ വരും. അത് നമ്മളെ നേരിട്ട് അഫക്റ്റ് ചെയ്തെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന പലതരം എക്യുപ്മെൻസുകളെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റേഡിയോ ചാനൽ ഇൻ്റർഫറൻസ് ഒക്കെ ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാം റേഡിയോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വൈഫൈയെ പോലും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് പറയുവാണെങ്കിൽ പണ്ടത്തെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ആണെങ്കിൽ കേടായി കഴിഞ്ഞാൽ ആക്രിക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ 10 പൈസ കൈ കിട്ടും. ഇപ്പോഴത്തെ കൊടുത്തു കഴിഞ്ഞാൽ ആക്രി പോലും അതിന് ഈ തുരുമ്പിൻ്റെ വില പോലും നൽകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ SMD കമ്പോണൻറ്റ് പൊളിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കത്തില്ല. അത് തന്നെയല്ല അതിനകത്ത് വിലപിടിപ്പുള്ള വലിയ മെറ്റീരിയൽസ് ഒന്നും കാണത്തുമില്ല. ഇനി ഒരു ടെക്നീഷ്യനോ ഇലക്ട്രോണിക്സ് ഹോബിയിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ ഒരു സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണെങ്കിൽ നമുക്ക് അത് ഫുള്ള് കേടായെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പാർട്സ് ഊരിയെടുത്ത് സൂക്ഷിച്ച് വെക്കാം. കാരണം ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവും. അതിനകത്ത് കോയിലുകൾ അല്ലെങ്കിൽ വലിയ കപ്പാസിറ്ററുകൾ അല്ലെങ്കിൽ പണ്ടത്തെ ഒക്കെ റെസിസ്റ്റർ, ഇൻഡക്ടർ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം എല്ലാ SMD കമ്പോണൻറ്റിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴേക്കും അത് സാധാരണ രീതിയിൽ ഡീസോൾഡർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. എടുത്താൽ തന്നെ അത് വലിയൊരു ഉപയോഗം നമുക്ക് കാണത്തില്ല. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്പർ ഓഫ് കമ്പോണൻസ് കുറഞ്ഞു, പകരം സെൻട്രൽ ആയിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളറാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അത് മിക്കവാറും സോഫ്റ്റ്വെയർ ലോക്ക് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും വിപണി ലഭ്യമാകുക. അതായത് ചുരുക്കി പറഞ്ഞാൽ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ അത് കൊണ്ട് നടക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്ന് മാത്രമല്ല വേസ്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അത് വലിയൊരു പാരിസ്ഥിതിക ആഘാതം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ ഈ AC-യിൽ നിന്നും DC-യിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ഭാവിയിൽ ഏതൊക്കെ രീതിയിലായിരിക്കും അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. അതിലൊന്നാമത്തെ നമ്മുടെ ഹോം അപ്ലയൻസ് ഡിവൈസുകൾ എടുക്കുകയാണെങ്കിൽ ഇനിയും ഭാവിയിൽ ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്സിയും മോട്ടറൊക്കെ BLDC-യിലേക്ക് മാറും. അതെന്തായാലും ആ ഒരു മാറ്റം നമുക്ക് ഉടനെ കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ഫാൻ വില മാറിയല്ലോ. അപ്പോൾ ആ ഒരു കേസ് വരുമ്പോഴേക്കും ഇനി വീടുകളിൽ UPS, ഇൻവേർട്ടർ പോലെയുള്ള ഹെവി ആയിട്ടുള്ള ഉപകരണങ്ങൾ വേണ്ടി വരത്തില്ല. ഒരു പവർ ബാങ്കിൻ്റെ സഹായത്തോടു കൂടി ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനും അനായാസം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ഒക്കെ ഇനിയും ഫ്യൂച്ചറിൽ വന്നുകൂടാകുകയില്ല. ഇപ്പം തന്നെ നമുക്കറിയാം പണ്ടത്തെ ഹെവി ആയിട്ടുള്ള വലിയ ഇൻവേർട്ടറുകളൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാം ലിഥിയം ഫോസ്ഫേറ്റ് ബേസ് ചെയ്തിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഇൻവേർട്ടറുകളാണ് കൂടുതൽ വിപണിയിൽ ഇറങ്ങുന്നത്. പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സോളാർ പവർ, അതുപോലെ EV, ഇതെല്ലാം DC അധിഷ്ഠിതമായിട്ടുള്ള സിസ്റ്റംസ് ആണ് പൊതുവേ നമ്മൾ നോക്കുമ്പോൾ. അതായത് സോളാർ പവറിൽ നിന്ന് വരുന്ന എനർജിയെ ഇപ്പം നമ്മൾ ഒരു ഇൻവേർട്ടർ ഉപയോഗിച്ചിട്ട് AC ആക്കി മാറ്റിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി ഭാവിയിൽ ഒരു DC സിസ്റ്റം വരുന്നെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് ലോഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനെ റെഗുലേറ്റ് ചെയ്യാനും വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ അനായാസമാണ്. ഇന്നത്തെ രീതിയിലുള്ള വലിയ സർക്യൂട്ട് ബ്രേക്കറോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉപകരണങ്ങളോ വേണ്ടി വരത്തില്ല. ഇലക്ട്രോണിക്കായിട്ട് ലോഡ് സെൻസ് ചെയ്ത് ഓഫായി പോകുന്ന അല്ലെങ്കിൽ ട്രിപ്പായി പോകുന്ന സിസ്റ്റംസ്, സോളിഡ് സ്റ്റേറ്റ് സ്വിച്ചുകളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഫുള്ള് DC സിസ്റ്റം യൂസ് ചെയ്യുന്നെങ്കിൽ വീടുകളിലും ഇൻഡസ്ട്രിയിലും എല്ലാം DC വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ 50 ഹെർട്സിൻ്റെ നോയ്സ് അതോടുകൂടി നിന്നു. നിങ്ങൾ ഇനി വലിയ ആംപ്ലിഫയർ എടുത്ത് ചുമ്മാ അതിൻ്റെ ഇൻപുട്ടെ പിടിച്ചു നോക്കുമ്പോൾ 50 ഹെർട്സിൻ്റെ നോയ്സ് അവിടെ കേൾക്കത്തില്ല. ആ ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കാര്യങ്ങളിങ്ങനെ നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും ഇപ്പോൾ ഉള്ള സിസ്റ്റം ആകപ്പാടെ തച്ചുടച്ച് പുതിയ രീതി വാർക്കേണ്ടി വരും. അത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ പവർ ഗ്രിഡിൻ്റെ സിസ്റ്റം നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം മീഡിയം ലെവൽ, അതായത് ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 500 കിലോമീറ്റർ താഴെയുള്ള ലൈനുകളെല്ലാം കണക്ട് ചെയ്യുന്നത് ഇന്നും AC തന്നെയാണ്. എന്നാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരമുള്ള 2 സ്റ്റേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാനോ 2 രാജ്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനോ ഇന്ന് ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നും, DC ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ലോസ് ഉള്ള കാര്യമല്ലേ, അത് ഇത്ര ദൂരത്തേക്ക് വലിക്കാവോ എന്നൊക്കെ.
അതിന് മുന്നേ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. പണ്ട് തോമസ് ആൽവ എഡിസണും നിക്കോള ടെസ്ലയും തമ്മിൽ ഒരു യുദ്ധം, അതായത് ദ കറണ്ട് വാർ എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രാധാന്യമുള്ള യുദ്ധം നടന്നിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് 80കളുടെ അവസാനമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഈ തോമസ് ആൽവ എഡിസൺ ബൾബ് വളരെയധികം പ്രചാരത്തിൽ കൊണ്ടുവന്നു. ആ ബൾബ് പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹം DC ജനറേറ്ററിൽ നിന്നുള്ള എനർജിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എഡിസൺ ഈ DC നല്ല രീതിയിൽ അതിൻ്റെ ഇൻകമൊക്കെ ഏൺ ചെയ്ത് വരുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഡിസ്റ്റൻസ് കൂടുന്തോറും കൂടുതൽ താപനഷ്ടം ഉണ്ടാകുന്നു, വോൾട്ടേജ് കിട്ടത്തില്ല. അതായത് ടൗണിൽ നിന്ന് കുറേ ദൂരെ മാറിയുള്ള വീടുകളിലൊക്കെ മങ്ങിയ ലൈറ്റ് കത്തുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ടെസ്ല AC ഇൻട്രൊഡ്യൂസ് ചെയ്തതും AC ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ മോട്ടറുകൾ, അതുപോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറൊക്കെ കൊണ്ടുവന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ വളരെയധികം ദൂരത്തേക്ക് ഇത് ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ലോകം അതിനെ അംഗീകരിച്ചു. പക്ഷേ എഡിസൺ അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു AC വളരെ അപകടകാരിയാണ്, അതുപോലെ തന്നെ അതുകൊണ്ട് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചരിത്രം ഉണ്ടായിട്ട് കൂടി AC മാത്രമുള്ളൊരു പ്രത്യേകത, അന്നത്തെ കാലത്ത് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ച് ഇതിനെ സ്റ്റെപ്പപ്പ് ചെയ്ത് നമുക്ക് വിതരണ ശൃംഖല വിപുലീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ ആ ഒരു കാര്യത്തിൽ നമ്മുടെ എഡിസൺ അവിടെ ഫെയിലായിപ്പോയി. അപ്പോൾ അന്നത്തെ ഈ 80 90കളിലൊന്നും ഹൈ പവർ സെമി കണ്ടക്ടറൊന്നും അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ AC ട്രാൻസ്മിഷൻ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ വന്നിരുന്നത്. എന്നാൽ 90കൾക്ക് ശേഷം ഹൈ പവർ തൈറിസ്റ്ററുകൾ, പ്രത്യേകിച്ച് IGBT, ഹൈ പവർ ആയിട്ടുള്ള മോസ്ഫെറ്റുകൾ, അതുപോലെ തന്നെ ഡയോഡ് മൊഡ്യൂളുകൾ, SCR, ഇതെല്ലാം വളരെ വ്യാപകമായിട്ട് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമായി തുടങ്ങിയപ്പോഴേക്കും നമുക്ക് ഈ പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടുള്ള ലക്ഷക്കണക്കിന് വോൾട്ടേജിനെയും കറണ്ടിനെയും ഒക്കെ ഈ സെമി കണ്ടക്ടർ ഉപയോഗിച്ച് തളച്ചിടാമെന്ന് കണ്ടെത്തി. അപ്പോൾ ആ ഒരു കണ്ടെത്തലിന് ശേഷം സബ്സ്റ്റേഷൻ പോലും ഇന്ന് ഇലക്ട്രോണിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന AC-യെ DC ആക്കും. DC ആക്കിയതിന് ശേഷം ഇത് വളരെയധികം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് ട്രാൻസ്മിഷൻ ചെയ്യും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഒരു 1500 കിലോമീറ്റർ നമ്മളൊരു AC ആ ട്രാൻസ്മിഷൻ നടക്കുന്നെങ്കിൽ ഒരു 220 kV ആയിക്കോട്ടെ, അവിടെ വരുന്ന ഒരു ലോസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടുള്ളത് സ്കിൻ എഫക്റ്റ്. അതായത് കണ്ടക്ടറിന് എത്ര വലിപ്പം ഉണ്ടെങ്കിലും ഈ പറയുന്ന 50 ഹെർട്സ് അല്ലെങ്കിൽ 60 ഹെർട്സ് കണ്ടക്ടറിൻ്റെ പുറത്തൂടെ പോകത്തുള്ളൂ. അപ്പോൾ ഇന്നർ കോർ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയൊരു ലോസാണ് AC-യിൽ, പ്രത്യേകിച്ച് ഒരു 500 കിലോമീറ്ററിനപ്പുറം സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഇന്ന് ഒന്നിൽ കൂടുതൽ ലൈനുകൾ ഇങ്ങനെ പാരലായിട്ട് ഒരു ചതുരത്തിൽ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വിട്ടേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്കിൻ എഫക്റ്റിൻ്റെ ഒരു പരിധി വരെയുള്ള ആഘാതം കുറയ്ക്കാൻ പറ്റും. ഈ രണ്ടാമത്തെയാണ് കൊറോണ ലോസ് എന്ന് പറയുന്നത്. ഈ ഹൈ വോൾട്ടേജ് ഹൈ ടെൻഷൻ സിസ്റ്റത്തിലൊക്കെ നമുക്കറിയാം, രാത്രി കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നീല സ്പാർക്ക് ഇങ്ങനെ പോകുന്ന കാണാം. അപ്പം AC-ക്ക് ഈ കൊറോണ ലോസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് അന്തരീക്ഷത്തിലേക്ക് ഡിസ്ചാർജ് ആവുകയും, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഭൂമിയുമായിട്ട് പാരലായിട്ട് പോകുന്ന ലൈനിൽ കപ്പാസിറ്റൻസ് കാണുമല്ലോ, ഈ കപ്പാസിറ്റൻസ് കപ്ലിംഗ് വഴി കുറേ എനർജി അങ്ങനെ ലോസ് ആവുന്നുണ്ട്. പിന്നെ ഇൻഡക്റ്റീവ് എഫക്റ്റ്, അതായത് ദൂരം കൂടുന്തോറും ഇൻഡക്റ്റൻസ് കൂടി വരും, അതും ഒരു ലോസ് ഉണ്ടാക്കും. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു 500 കിലോമീറ്റർ മുകളിൽ എത്തിക്കുമ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു ലോസ് അവിടെ വരുന്നുണ്ട്. ആ സമയം DC ആണെങ്കിൽ കണ്ടക്ടറിനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ ബാക്കി ഇൻഡക്റ്റീവോ അല്ലെങ്കിൽ കപ്പാസിറ്റീവോ ആയിട്ടുള്ള കപ്ലിങ്സ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സ്കിൻ എഫക്റ്റിൻ്റെ പ്രോബ്ലംസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഇന്ന് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ചൈന പോലുള്ള രാജ്യങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനേറെ പറഞ്ഞാൽ കേരളത്തിലെ മടക്കത്തറ സബ്സ്റ്റേഷൻ ഈ പറയുന്ന HVDC-യിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രിഡ് സിങ്ക്രണൈസേഷൻ വളരെയധികം എളുപ്പമായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു AC 2 സിഗ്നലിനെ അല്ലെങ്കിൽ 2 വോൾട്ടേജ് ലെവലിനെ സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. കൃത്യം അതിൻ്റെ ഫേസ് നോക്കിയിട്ട് വേണം അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രിഡ് ഫെയിലാവും. അതായത് വൻ പൊട്ടിത്തെറികൾ വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ DC ആണെങ്കിൽ നമുക്ക് ഒരു 2 ബാറ്ററി പാരലിൽ കൊടുക്കുന്ന പോലെ വളരെ അനായാസം നമുക്കത് കൊടുക്കാൻ സാധിക്കും. പിന്നെ ദൂഷ്യവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ DC ട്രാൻസ്മിഷന് നമുക്ക് വളരെ പ്രത്യേക രീതി ഡിസൈൻ ചെയ്തിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കറുകൾ, അതിൻ്റെ കൺട്രോൾ സിസ്റ്റം, ഇതൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സർക്യൂട്ട് ബ്രേക്കറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും സെമി കണ്ടക്ടറിലുള്ള പുരോഗതി ഭാവിയിൽ ഇത്തരം ബാരിയേഴ്സിനെ ഓവർകം ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഭാവിയിൽ ഇനി മെക്കാനിക്കലായിട്ടുള്ള എന്താ പറയുന്നത് ലിവർ വലിച്ചിട്ടുള്ള പരിപാടികളൊന്നും കാണത്തില്ല. സോഫ്റ്റ് ആയിട്ടുള്ള സ്വിച്ചുകളായിരിക്കും ഉണ്ടാകാൻ പോവുക. ഇനി മറ്റൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് അവിടെ രൂപപ്പെടും. AC-ക്ക് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവാണ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു സ്റ്റാറ്റിക് സ്റ്റഡി ആയിട്ടുള്ള ഒരു ചാർജിൻ്റെ ഡിപ്പോസിറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. അത് കാരണം പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ പ്രത്യേക രീതിയിൽ വന്ന് അടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും
പണ്ടത്തെയൊക്കെ ടെലിഫോൺ ലൈനിൽ ഒരു കമ്പി മാത്രം കറുത്തിരിക്കുന്ന, മറ്റേത് വലിയ പ്രശ്നമില്ലാത്ത, അല്ലെങ്കിൽ ബാറ്ററിയുടെ ഒരു ടെർമിനലിൽ മാത്രം കൂടുതൽ ചെളി അടിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പൊടി അടിയുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ നമ്മൾ ഈ DC ഉപയോഗിക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഹൈ വോൾട്ടേജ് ഹൈ ടെൻഷൻ ലൈനിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിനെ പറ്റി ഒരു പഠനം നമുക്ക് അവിടെ ആവശ്യമാണ്. അപ്പോൾ അത്തരം സാഹചര്യം കുറയ്ക്കാനാണ് HVDC ട്രാൻസ്മിഷൻ ലൈനൊക്കെ ഏറ്റവും ഹൈറ്റ് കൂടിയ രീതിയിൽ സ്ഥാപിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ നമ്മൾ AC സിസ്റ്റത്തിൽ നിന്ന് DC സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജുകളോ ഡിസഡ്വാൻറ്റേജുകളോ അല്ലെങ്കിൽ പുതിയ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കുറച്ചധികം ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഇലക്ട്രോണിക് സർവ്വുകളും സർക്യൂട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒട്ടും മടി വേണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.